വരുമ്പോ നമ്മൾ അവിടുന്ന് കൊണ്ടുവന്ന് നന്നായി ഇരിയോടി മക്കളെ. അവിടെ വെച്ചത് ഇവിടൊക്കെ ഉത്സവകാലമാണെന്ന് തോന്നുന്നു. ആന വരുന്നുണ്ട്. ആനയല്ല മുത്തശ്ശ. ദേ ആരാ മനസ്സിലായില്ല? സർവേ സാറേ. സർവേയോ? എന്ത് സർവേ? ഇത് റീസർവേ സാറേ. ഞങ്ങൾ അളന്നു വരുന്നത് കേരള തമിഴ്നാട് അതിർത്തിയാ. നിങ്ങൾ എന്ത് വിട്ടിത്തായി പറയുന്നേ? ഇത് ഞങ്ങളുടെ പറമ്പാ. ഇന്നലെ പ്രമാണം എഴുതി കേറി താമസിച്ചു തുടങ്ങിയതേ ഉള്ളൂ. അതിനിടെ ഞങ്ങൾ അറിയാണ്ട് ഈ സ്ഥലം ആരാ തമിഴ്നാട്ടിന് വിറ്റത്? അതൊന്നും ഞങ്ങൾക്കറിയില്ല. ഇത് കേരളം. ഈ കയറ് കെട്ടി വരുന്നതിന് ഇപ്പുറം തമിഴ്നാട്. ഈ കയറാണ് കേരള തമിഴ്നാട് ബോർഡർ. ഈ കയറിന് ഇപ്പുറം ഇവിടുത്തെ വലിയൊരു കുടുംബത്തിന്റെയാ, പെരിയപ്പത്തേവർ. കേട്ട് കാണുമായിരിക്കും. കുറ്റിയടി വേണ്ട സാർ, ഈ കഥയിലൊരു അടയാളം പൊട്ടാ പോകും. ഓക്കെ, ഫോട്ടോ ഇവിടെ വിട്ട ബാംഗ്ലൂർ ചെന്നിട്ട് കാറിൽ നിന്ന് ഇറങ്ങാവൂ. അല്ലാതെ നഗരസഭയുടെ വണ്ടി ചവറെടുക്കുന്ന പോലെ വഴി കാണുന്ന എല്ലാ ബാറിലും കയറരുത്. മനസ്സിലായോ? രൂപ 1ഉം 2ഉം അല്ല, 15 ലക്ഷം അടിക്കില്ല. അത് മറക്കണ്ട. ഈ ഷാരടി എത്ര മോന്തിയാലും ഷാരടി അത് നമുക്കറിയാം. വേഗം ചെല്ല്, കേറാൻ നോക്ക്. അവിടെ അല്ല, ഡിക്കിയിലല്ല. ഒരു കാര്യം മറന്നു ദിനേശ. ഇത് തരൂല, ഇത് എന്റെ മേൽവിലാസ. എന്തേലും മംഗളർമുണ്ടെങ്കിൽ ഇതിൽ അറിയിച്ചാ മതി. എന്നാ മംഗളോർമ്മ ഉണ്ടെങ്കിൽ അറിയിക്കും. ഷാരടി അല്ല, ചാരായ അടിയാ. ഒരു കൊടുങ്കാറ്റ് കുളിർക്കാറ്റായ പോലെ. സത്യം. ഇതെന്താ വലിച്ചു കീറി കളയടാ. അയാളെ അറിയിക്കും. ഇവിടെ ആരെങ്കിലും 16 അടിയന്തരുണ്ടോ? അതെ, ചേട്ടനെ പരമമാവൻ വിളിക്കുന്നു. വേഗം അങ്ങോട്ട് ചെല്ലാൻ. ഒന്നുമില്ല. എന്താടാ? ഒന്നുമില്ലടാ. എന്താന്ന്? ചിലപ്പോ എന്റെ ഭാവി പരിപാടി പ്ലാൻ ചെയ്യാനായിരിക്കും. ഏതായാലും നീ കൂടെ വാ. എന്തിനാ? ചെറുക്കന്റെ കാരണ സ്ഥാനത്ത് ഒരാള് വേണമല്ലോ. വാടാ. എന്താ ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചില്ല? എന്താണ്ടായി അമ്മാവ? എന്തുണ്ടായിന്നോ? ഞങ്ങൾ എവിടാ താമസിക്കണ്ടേ പറ? കേരളത്തിലോ അതോ തമിഴ്നാട്ടിലോ? ഇത്തിരി മുമ്പേ കുറെ എണ്ണം വന്ന് പറമ്പിന് കുറുകയും വീടിന് കുറുകയും കയറ് വലിച്ചു കെട്ടിട്ട് ഇപ്പുറം കേരളമാണെന്നും അപ്പുറം തമിഴ്നാടാണെന്നും പറഞ്ഞിട്ട് പോയിരിക്കാം. കയറിന് അപ്പുറം ഉള്ളത് ഏതോ ഒരു തേവരുടെ വകയാത്രേ. കിണറ് വരെ 2ആയിട്ട് കീറി മുറിച്ചല്ലേ കയറ് കെട്ടിയിരിക്കണേ. എവിടെയാ ഷാരടി? ഞങ്ങളെ ചതിക്കാൻ മാത്രം എന്ത് തെറ്റാ ഞങ്ങൾ അയാളോട് ചെയ്തത്? അത് എന്തോ എവിടെ ഒരു പെശക് പറ്റിയിട്ടുണ്ട്, അല്ലാതെ വേറൊന്നും അല്ല. ചേട്ടൻ വിഷമിക്കണ്ട, ഒക്കെ നമുക്ക് ക്ലിയർ ആക്കാം. നീ വന്നേ. ചേട്ടാ, ഏത് ബാറ് കണ്ടാലും ഒന്ന് ചവിട്ടിയേക്കണേ. ഒറ്റ ചവിട്ടിയാൻ വെച്ചേരും. മനുഷ്യൻ കുന്തമനെ നിൽക്കുമ്പോഴാ ബാറിക്കറി മിനുങ്ങാൻ. ബാറിക്കറി മിനുങ്ങാനല്ല, ആ ഷാരടിയെ തപ്പാനാണ്. എടോ, താനൊരു കാര്യം ചെയ്യും. ബാംഗ്ലൂർക്ക് വല്ല ഷോർട്ട് കട്ട് ഉണ്ടെങ്കിൽ ആ വഴി പിടി. ഒരു കുറുക്കുവഴിയുണ്ട്. കോയമ്പത്തൂർ ബാംഗ്ലൂർ ഹൈവേ ചെന്ന് കയറും. 15 കിലോ ലാഭിക്കാം. പക്ഷേ എതിരെ ഒരു വണ്ടി വന്നാൽ ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ടാ. എന്ത് പണ്ടാരെങ്കിലും ആയിക്കോട്ടെ, കുറുക്ക് വഴിയെ തന്നെ വിട്ടോ. ശരി സാർ. വേഗം വിടണോ? ദേ ഒരു കുരിശ് വരുന്നു. കുരിശല്ല, അത് കുതിരവണ്ടിയാ. വണ്ടി എടുത്ത് മാറ്റണോ? എന്നെ ചൊല്ലാ നീ? ദൈവമേ, തമിഴോ? എടാ നീ എന്നെ പറ. അണ്ണേ കുതിരണ്ണേ, അത് വണ്ടി എടുത്ത് മാറ്റണ്ടേ? ഇതാണോ തമിഴ്? ഫുൾ തമിഴല്ല, ഞാൻ തന്നെ പറഞ്ഞോളാം. അണ്ണേ, ആ വണ്ടി കുറച്ച് പുറകോട്ടെടുത്ത്. ഒന്നും പുരിയില്ലയ്യാ. പുളിയലേ? എന്ത് കോപ്പാണെങ്കിൽ എടുത്ത് മാറ്റടോ. വണ്ടി എടുത്ത് മാറ്റോ. കുതിരവണ്ടി കൊണ്ട് എടുക്കാൻ മാട്ടയ്യാ. ആ കുതിരവണ്ടിയുടെ ഹൗസ് ഓണർ വന്നി திமிரு பிடிச்சவங்க காலையிலே லொள்ளு பண்றாங்க. அந்த வண்டி கொஞ்சம் புறகோட்டு எடுக்க. செல்லம்மா. செல்லம்மா அவள பேரு சொல்லம்மான்னு പറയടാ. சொல்லம்மா. என்ன சொல்ற நீ? எப்படி இது பின்னால எடுக்க முடியும்? ഇങ്ങനെ പോയാ കുറെ മുടിയും. ഇത് ഈ കാട്ടുപോത്തനെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാ? നിങ്ങൾക്ക് ഇപ്പോ എന്താ വേണ്ടേ?
മലയാളം അറിയാ സാധനത്തിന് കാട്ടുപോട്ടെന്ന് വിളിച്ചത് കേട്ട് കാണോ? നീ ഒച്ചത്തിലല്ലേ വിളിച്ചത്? ഓ, അത് ഭാഗ്യമായി പോയി. അതായത് ആ കാട്ട്പോർട്ട് ഒന്ന് പുറകോട്ട് എടുക്കാമോ മാഡം എന്നാ ചോദിച്ചത്. അത്യാവശ്യമായിട്ടൊന്ന് ബാംഗ്ലൂർ വരെ പോണ്ടതാ. കാർപോർട്ടിന് റിവേഴ്സ് ഗിയർ ഇല്ലാന്ന് അറിയില്ലേ? ഞാൻ പറഞ്ഞില്ലേ നീ കാട്ടുപോത്തെന്ന് വിളിച്ചവള് കേട്ടിട്ടുണ്ടെന്ന്. അയ്യോ, കാറിന് അതുണ്ട്. പുറകിലേക്ക് എടുത്താട്ടെ. റിവേഴ്സിൽ മെയിൻ റോഡ് വരെ എത്ര കിലോ ഉണ്ട്? 3 കിലോ. അത്രേ ഉള്ളൂ. പുറകോട്ടായതുകൊണ്ട് മിനിമം 1/2 മണിക്കൂറെങ്കിലും വേണം. അത്ര ഉണ്ടോ? ഇനി ആലോചിച്ച് നിന്നിട്ട് കാര്യമില്ല. നീ വന്നേ. അവിടെ ഞാൻ വരച്ച വലയിൽ അഴിച്ചു വിടറാ. ഇവളുടെ കാര്യം ഞാൻ ഏറ്റു. അവളല്ലടാ കുതിരെ. What nonsense are you doing? ജോൺസനല്ല, വല്ലാതെ How dare you, stupid! ഓക്കെ, ആ മുത്തത്തിനെ ചാരിയസിനെ തൂക്കി ചുമന്നിരുന്ന് പ്രാക്ടീസ് ആയത് നന്നായി. ഈ കുതിരയിലേക്ക് വണ്ടിയൊക്കെ എന്തിനുള്ളൂ അല്ലേ? കാട്ടുപോത്ത് അവിടെ Leave me! ഇപ്പൊ ലീവ് തരാൻ നേരെയില്ല. You stupid! അത് ബാംഗ്ലൂരിൽ കിട്ടും, വാങ്ങിച്ചിട്ട് തരാം. സാറേ, അവിടെ ആയിട്ടൊരു ചാണാക്കുഴി ഉണ്ടല്ലോ. എന്നാ അതിലൊരു വാഴ വീയടാ, മടങ്ങി വരുമ്പോ നമുക്ക് പഴം തിന്നല്ല. എന്റെ ടയറ് നാറും. ഓ, ഞങ്ങള് നാറി, പിന്നെയാണ് നിന്റെ ടയർ. ഇപ്പൊ ആ പെണ്ണ് നാറി. 28ാമത്തെ ബാറാണിത്. എല്ലാ ബാറുകാർക്കും ഒറ്റ മറുപടി ഉള്ളൂ. ഇവിടെ നിന്ന് പോയിട്ട് അരമണിക്കൂറായി, ഇവിടെ നിന്ന് പോയിട്ട് അരമണിക്കൂറായുള്ളൂ. ഇനി മുമ്പോട്ട് പോയ ടാക്സി കാശിന് വേറെ വഴി നോക്കേണ്ടി വരും. നീ അഡ്രസ്സിങ് എടുത്തേ. ഏത് അഡ്രസ്? ഷാർജിയുടെ അഡ്രസ്. അത് ഞാൻ കീറിക്കളഞ്ഞില്ലേ? നീയല്ലേ പറഞ്ഞ കീറിക്കളെ? ഞാൻ അങ്ങനെ എന്ത് പറഞ്ഞാലും നീ ചെയ്യും. പറ്റുന്നതാണ് ചെയ്യും. നിനക്ക് അഡ്രസ് വേണം? വേണ്ട. സാക്ഷാൽ ഷാരടിയുടെ അഡ്രസ് വേണമെന്ന്. വണ്ടി കേറ വണ്ടിയില് കണ്ടാ ഷാരടി പീസ് പീസായിട്ട് റോട്ടിൽ കിടക്കണത്. ഓരോ പീസ് പിറക്കി പിറക്കിയത്. 2 കീറിയാ പോരായിരുന്നോടാ വല്ലതാ. നിരത്തി എന്നാ വെക്കുന്നു. ദൈവമേ, അയാള് വീണ്ടും ഷാപ്പിൽ പോയാ? തിരിച്ചു വെക്കടാ. ഇങ്ങനെ വെച്ചാ KP ഷാരടി. അതാരാ? അതല്ലേ എന്റെ പേര്. ഓ, അപ്പൊ ആളെ കിട്ടി. ഇനി സ്ഥലം കിട്ടിയാ മതി. ആ, സ്ഥലം കിട്ടി. ബാംഗ്ലൂര്. ബാംഗ്ലൂർ എവിടെ? ബാംഗ്ലൂർ എവിടെയെന്ന് അറിയില്ലേ? ബാംഗ്ലൂർ എവിടെന്നല്ല, ബാംഗ്ലൂരിൽ എവിടെയെന്ന് അറിയില്ലല്ലോ. എങ്കിൽ ബാംഗ്ലൂരിൽ എവിടെയെന്ന് നോക്കാം. കിട്ടി, ഹൗസ് നമ്പർ കിട്ടി. ഗോൾക്കൊണ്ട RS225. എടാ, ഇത് അയാൾ മേടിച്ച ഗോൾക്കൊണ്ട ബ്രാൻഡിയുടെ വില 225 രൂപ. 225. മാർക്കറ്റ്. ഇത് ഞാൻ തന്നെ നോക്കിക്കോളാം. പോയി. അത് കീറിക്കളഞ്ഞില്ലായിരുന്നെങ്കിൽ. അത് കീറാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ. കീറിക്കളഞ്ഞിട്ട് ഒരു കണവണ വർത്താനം പറഞ്ഞാലുണ്ടോ? കത്തി മൂർച്ചോട്ടുണ്ടോ സാറേ? കത്തി അവന്റെ ഒരു കത്തി ഇവിടെ മനുഷ്യൻ ഉയിര് കത്തി നിൽക്കുമ്പോഴാ. ഉയിര് കത്തി ആയാലും ഞാൻ മൂർച്ചയിടും. പോ നോക്കടാ, അവന്റെ അമ്മൂമ്മയുടെ ഒരു കത്തി. കോയമ്പത്തൂർ കളക്ടർ ഓർഡർ ഇട്ട് റീസർവേ നടത്തുന്ന അത് താ ഉണ്മയാണ് ബൗണ്ടറി. அது மட்டுமல்ல, அதற்கு இந்த பக்கம் பெரியத்தவட സ്ഥലമാ. நீங்க கேரளாவிலே வாளையார் வில்லேஜ் ஆபீசர் கிட்ட ചോദിച്ചതാ. ഞങ്ങളുടെ പ്രമാണത്തിലുള്ള ശരിയാന്ന് അദ്ദേഹം പറഞ്ഞത്. நாங்க பண்றதும் கரெக்ட், நீங்க சொல்றதுം കറക്റ്റ്. രണ്ടും കറക്റ്റ് ആണെങ്കിൽ ഞങ്ങളുടെ പാതി സ്ഥലം എവിടെ പോയി സാറേ? കിണറിഞ്ഞു താഴുന്നു കേട്ടിട്ടുണ്ട്. പക്ഷെ 1.5 ഏക്കർ സ്ഥലം പിടിച്ച് താണു പറഞ്ഞ ആര് വിശ്വസിക്കാനാ? நீங்க കോടതി പോങ്കോ, അതാ ശരിயான വഴി. അന്ത ശരിയാന വഴി കൂടെ പോയാൽ ഞങ്ങൾക്ക് നീതി கிடைക്കോ സാർ? തീർച്ചയായും கிடைக்கும். ഒരു 10-15 ദിവസം നമുക്ക് നേരിട്ട് അങ്ങോട്ട് പോകാം. പിന്നെന്താ? 15 ദിവസമല്ല, 15 വർഷം. 15 വർഷം? സാറിന്റെ പെരിയ തൈര്. പെരിയ തൈരല്ല, പെരിയ തേവര്. പെരിയ തേവര ആളെങ്ങനെയാ? തങ്കமான മനുഷ്യൻ. യാർക്കും സഹായം ചെയ്യறதா അവർക്ക് ഇഷ്ടം. ഒരു ഉറുമ്പിനെ പോലും നോവിക്കില്ല. அந்த மலையாளத்தான் தேங்க கொடுத்து நம்ம ஆள்கோட ராமச்சந்திரன் 10 பைசா அதிகமா தரேன்னு சொன்னதால இனிமே அந்த மலையாளத்தானுக்கு தேங்காய் கொடுத்து கொடுக்க மாட்டாங்க ஐயா. ஏய், வண்டி ஏறா. யாரையா அது? என்ன வேணும்? ഏയ്, ഒന്നുമില്ല, ചുമ്മാ ഒന്നുമല്ല. ഞങ്ങൾക്ക് തേവർ സാറിന്. ஐயா, பெரிய தேரையா வராரு, யாருங்க நிக்காதீங்க. അയ്യോ வேளாண்டி ஐயா, இத வந்துடுறாங்க ஐயா. വാ, നമുക്ക് പോകാം. പെരിയ തേവരെ കാണാനാ നമ്മളിങ്ങോട്ട് വന്നത്. ചെറിയ തേവർ ഇങ്ങനെയാണെങ്കിൽ പെരിയ തേവർ എങ്ങനെയായിരിക്കും? എന്റെ പേടി. என்ன இது? நிறைய செல்ல விழுந்திருக்கு. ஐயா, நடந்து வரும்போது கால வலிக்கு கீழே விழுந்துட்டேங்க ஐயா. நோக்கி வர்றதில்ல, நோக்கி நடக்கிறது.
சீக்கிரமா போய் ரெடி ஆயிட்டு வா, அம்பலத்துக்கெல்லாம் போகணும். சரிங்கய்யா. പോ. നീ വന്നേ. ചെളിയിൽ വീണിട്ടില്ലായിരുന്നു. ഈ കാളവണ്ടി ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഇത് കാളവണ്ടി അല്ലടാ, കുതിരവണ്ടിയാ. അതെ, നല്ല മുഖപരിചയം. എവിടെയെങ്കിലും കണ്ടു കാണും. നീ വാ. என்ன நீங்க இன்னும் போகலையா? ഞങ്ങൾക്ക് തേവരയെ ഒന്ന് പാക്കണം. அசுரனை பார்க்கணுமா தேவனை பார்க்கணுமா? മനസ്സിലായില്ല. புரியலையா? என்ன இப்ப காலால எட்டி உதைச்சாருல்ல, அவருதான் அசுரன். கொண்டாட்டி இறந்து 10 வருஷம் ஆச்சு. ஒரே ஒரு குழந்தை தான் உண்டு. யாரு மேலேயும் அவருக்கு சிநேகம் இல்லவே இல்ல. மகா முரடன். ஆனா இப்ப பாத்தீங்களா இன்னொரு ஆளு எனக்கு கூட 100 ரூபா கொடுத்தாரு. அவருதான் தேவன். இதுவரை கல்யாணமே செய்யல, ஒற்ற தடி. அவருதான் பெரிய தேவர். இவங்கள நீங்க யார பாக்கணும்? பெரிய தேவரே. தைரியமா போங்க. വണക്കം. யாரு நீங்க? ഇത് വല്ലഭൻ, ഞാൻ ദിനേശൻ. ദിനേശൻ കൊണ്ടോടി കൺസ്ട്രക്ഷൻ കമ്പനി എന്ന് കേട്ടിട്ടുണ്ടോ സാറ്? കൊച്ചിയിലെ വലിയ കമ്പനി ആയിരുന്നു. അതിന്റെ ഉടമസ്ഥൻ മഹേന്ദ്രൻ കൊണ്ടോടിയുടെ മകൻ കൊണ്ടോടി. சரி, உங்களுக்கு என்ன வேணும்? ഞങ്ങളൊരു കുരുക്കിപ്പെട്ടിരിക്ക തേവർ സാറേ. ஓ, அதுதான் பிரச்சனையா? അതെ. அப்ப அதிர்த்திக்கு இந்த பக்கம் ஏன் ஸ்தலத்துல நீங்க எத்தனை ஸ்தலம் மாட்டிருக்கு? 1.5 ഏക്കറും വീടിന്റെ പാതി. அத்தனை உள்ளோ? പുറമ്പോക്ക് மாதிரி കിടക്കുന്ന സ്ഥലം തന്നെ. സാരമില്ല, അന്ത സ്ഥലത്ത് നിങ്ങൾക്ക് തന്നെ ഞാൻ എഴുതി. കുതിരവണ്ടി മറിച്ചിട്ടില്ലേ ആ പെണ്ണ? കുതിരവണ്ടി മറിച്ചിട്ട് ആ പെണ്ണല്ലല്ലോ, നമ്മളല്ലേ? അതെ, പറഞ്ഞപ്പോ തെറ്റിപ്പോയതാ. നമ്മളെ പിടികിട്ടിയെന്ന എന്റെ പേടി. നമുക്ക് അടികിട്ടോന്നാ എനിക്കിപ്പോ പേടി. ചുമ്മാ ഇരി. அது நம்ம ஸ்தலம், அது யாருக்கும் கொடுக்க கூடாது பெரியப்பா. அது இல்ல கண்ணு, நம்ம இடத்துல அவங்க வீடு கூட மாட்டிக்கிச்சு, பாவம். நம்ம இடத்துல யார்கிட்ட கேட்டுட்டு வீடு கட்டினாங்க? தப்பு தானே அது? அகங்காரம் தானே அது? கரெக்டா கண்ணு, தப்புதான், அகங்காரம் தான். ஐம் சாரி, நீங்க கிளம்புங்க. சார், ഞങ്ങളെ ഉപേക്ഷിക്കരുത്. நோ, உண்மையிலே இந்த எல்லா சொத்துக்கும் அவதான் அவகாசி. அது மட்டும் இல்ல, என் செல்ல குட்டியோட முகம் கருக்கிற மாதிரி நான் எதுவும் செய்ய மாட்டேன். ஐ எம் எக்ஸ்ட்ரீம்லி சாரி, யூ கேன் கோ. அதான் போக சொன்னேன்ல, வந்துருங்க. ഒരു തേവര് വന്നിരിക്കുന്നു, പെൺകോന്തൻ. അവളുടെ മോന്ത കടത്ത അയാൾക്ക് മുടിയൂല അത്ര. കാണിച്ചു തരണോ ദിനേശൻ? നീ ഒന്ന് പതുക്കെ പറ, അയാൾ കേട്ടാ. അയാൾ കേട്ടോ ചുക്കും ചെയ്യില്ല, കൂടി വന്ന സ്ഥലം വിട്ടില്ല, അത്രയല്ലേ ഉള്ളൂ. தேவரைய பாத்தீங்களே என்னாச்சு? നീ അയാളോട് ചെന്ന് പറ, അയാളുടെ കാലിലൂടെ വന്നിട്ടുണ്ടെന്ന്. என்ன என்ன കാട്ടുവന്ന് എന്തായി? ഒരു പ്രശ്നമില്ല. മനസ്സിലായില്ല. അപ്പൊ ഒക്കെ പരിഹരിച്ചു അല്ലേ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് വേണ്ടേ പരിഹരിക്കാൻ? ചേച്ചി എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ചെന്ന് സാധനങ്ങളൊക്കെ ഒതുക്കി വെക്ക്. ഒക്കെ ക്ലീൻ. ഇത് നമ്മുടെ വീട്, നമ്മുടെ സ്ഥലം. ഒന്ന് പേടിച്ചു. എന്തിനാ പേടിക്കുന്നത്? ഞാനില്ലേ? നീ എന്താടാ കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുന്നത്? ദിനേശ, കുഴപ്പമാവും. വല്ലഭ, നീ പോയി അമ്മാവനെ സഹായിച്ചു കൊടുക്കടാ. ചെല്ലടോ. ആ ചേച്ചിയമ്മേ, ഇന്ന് ഇവിടുന്ന് കാപ്പി കൂടി കഴിഞ്ഞിട്ട് വേറെ പരിപാടിയുള്ളൂ. ഒരു 10 മിനിറ്റ് അടുപ്പി തീ കൂട്ടേണ്ട താമസം. ഓഹോ, മതി 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 മതി. ഈശ്വര, എന്റെ നെഞ്ചിലാണ് തീ. ഒന്ന് പോടാ. അല്ല പിന്നെ, നമ്മ സ്ഥലത്ത് അതിര് കെട്ടിയ കയറ് അവര് പൊട്ടിച്ചെറിഞ്ഞോ? ആമാങ്കയ്യാ கூப்பிட்டீங்களா? நீ ரொம்ப நாளா சொல்லிட்டு இருக்கல, உனக்கும் உன் பொண்டாட்டிக்கும் குழந்தைகளுக்கும் தங்குறதுக்கு ஒரே ஒரு ரூம் தான் இருக்கு, இடம் போறான்னு. ஆமாங்கய்யா, உனக்கு நான் இடம் கொடுக்கறேன், நிறைய இடம் கொடுக்கறேன். പ്രശ്നം പരിഹരിച്ചെങ്കിലും വീട് ഇപ്പോഴും തമിഴ്നാട്ടിലും കേരളത്തിലും വേണമാവാ. അതുകൊണ്ട് ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? ഇപ്പൊ എന്റെ വലത്തേക്കാല് കേരളത്തിൽ, ഇടത്തേക്കാല് തമിഴ്നാട്ടിൽ. കേരളത്തിൽ ഇരിക്കുന്ന ഈ ദോശ തമിഴ്നാട്ടിലിരിക്കുന്ന ഈ ചട്നിയിൽ ഇങ്ങനെ മുക്കി കഴിക്കാന്ന് പറഞ്ഞാല് അതൊക്കെ ഒരു ഭാഗ്യം തന്നെ അല്ലേ? ജനക്ഷൻ വരുമ്പോ വോട്ട് നമ്മൾ അവിടെ ചെയ്യും വല്ലഭ. എന്തോ ജനക്ഷൻ വരുമ്പോഴേ നമ്മൾ വോട്ട് അവിടെ ചെയ്യും. അമ്മായും തമേന്തി കൂടുതൽ അടുക്കള ഭാഗത്തായതുകൊണ്ട് അവരുടെ വോട്ട് തമിഴ്നാട്ടിൽ പോകും. എടാ, AK ആന്റണിക്ക് വോട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ വോട്ട് കേരളത്തിൽ തന്നെ ആയാലല്ലേ കാര്യമുള്ളൂ. ആരാടാ അത്? അതിഥികൾ ആരോ ഉണ്ടെന്നാ. എന്താടാ ഇത്? എന്താ ഇത്? ആരാടാ എന്താ
அவளை வந்து கவனிச்சுக்கிறேன் விடுதல்ல உங்கள நீ ஏடுற ஆணிய இது எப்படி அங்கே போடு. എന്തോടെ കളിക്കുന്നത്? எங்க வீட்டுல எங்க வேணாலும் இருக்கும். நீ யாரா கேக்குறது? நாங்க അല്ല മാവ വാളയാർ ചന്തയിൽ ഒരാൾ പരമോമാനെ തിരക്കി വന്നിരിക്കുന്നു. ആരാ? വടിവാൾ വാസു എന്നാ പറഞ്ഞു. ജയിലിൽ നിന്ന് വരുന്ന വഴിയാത്രേ. അവൻ വരണം. അവൻ വന്നാലേ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീരൂ. ഈ പാണ്ടികളെ നിലയ്ക്ക് നിർത്താൻ എനിക്കിനി ആരുടെയും സഹായം ആവശ്യമില്ല. എന്റെ വാസു മതി. എന്റെയും വാസുവിന്റെയും ശരീരത്തിൽ ഓടുന്നത് ചോരയാണെങ്കിൽ ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഈ പാണ്ടികളെ ഇവിടുന്ന് ഓടിച്ചിരിക്കും. വാടാ. ആരേ വാസു? അതൊന്നും നീ പറയണ്ട, തൽക്കാലം മുങ്ങുന്നതാണ് ഭംഗി. അല്ല